ഒരു ദിവസം അപ്രതീക്ഷിതമായി നിങ്ങളെ തേടി ഒരാൾ വരുന്നു. അതൊരു സ്ത്രീയോ പുരുഷനോ ആകാം. ആ വ്യക്തി നിങ്ങളെ ആകെ മാറ്റിമറിക്കുന്നു. ആ വ്യക്തിയുടെ സഹായത്തോടെ നിങ്ങൾ സാമൂഹികമായോ സാമ്പത്തികമായോ അല്ലെങ്കിൽ രാഷ്ട്രീയമായോ പെട്ടെന്ന് വലിയ പദവിയിലെത്തുന്നു. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. അമ്പരപ്പ് മാറ്റി ആദ്യം ഈ കഥ ഒന്ന് കേൾക്കൂ. നമസ്കാരം. നമ്മളെ നമ്മളാക്കുന്നത് എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു വലിയ ചോദ്യം ചോദിക്കുന്ന ഒരാളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഒരു ശക്തമായ കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. അതെ, ആ ചോദ്യം തന്നെയാണ് ജോർജ് ബെർണാഡ് ഷായുടെ വിഖ്യാതമായ പിഗ്മാലിയൻ എന്ന നാടകത്തിന്റെ ഹൃദയം. അപ്പോ നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് ആഴത്തിലിറങ്ങിച്ചെന്നാലോ? ശരിക്കും മൂന്നേ കാര്യങ്ങളാണ് ഈ കഥയുടെ അടിസ്ഥാനം. ഒന്ന് ഭാഷ, രണ്ട് സമൂഹം, പിന്നെ മൂന്നാമത്തത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാളുടെ ആത്മാഭിമാനം. ഈ മൂന്നും കൂടി ചേരുമ്പോൾ ഒരാളുടെ ജീവിതം എങ്ങനെ മാറിമറിയും, അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥ തുടങ്ങുന്നത് ലണ്ടനിലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാത്രിയിലാണ്. അവിടെ വെച്ചാണ് നമ്മൾ നമ്മുടെ പ്രധാന കഥാപാത്രമായ എലൈസയെ ആദ്യമായി കാണുന്നത്. എലൈസയുടെ ലോകമെന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. വഴിയരികിൽ പൂക്കൾ വിട്ട് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടി. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ, ഒട്ടും സംസ്കാരമില്ലാത്ത സംസാരം. അവളുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്തായിരുന്നെന്നോ, അന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞുകൂടുക. അതായിരുന്നു അവളുടെ ജീവിതം, വെറുമൊരു അതിജീവനം. പക്ഷേ ആ രാത്രിയിൽ ഒരൊറ്റ കണ്ടുമുട്ടൽ അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. പ്രൊഫസർ ഹെൻറി ഹിഗിൻസ് എന്നൊരാൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നുവരികയാണ്. ഈ ഹിഗിൻസ് ഒരു സാധാരണക്കാരനല്ല. അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനാണ്. അതായത് ശബ്ദങ്ങളാണ് അദ്ദേഹത്തിന്റെ ലോകം. ഒരാൾ സംസാരിക്കുന്നത് കേട്ടാൽ മാത്രം മതി അയാൾ ലണ്ടനിലെ ഏത് തെരുവിൽ നിന്നാണ് വരുന്നതെന്ന് വരെ കൃത്യമായി പറയാൻ കഴിവുള്ള ഒരു ഭയങ്കര പ്രതിഭ. ഇവിടെ നോക്കൂ, ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? എലൈസയ്ക്ക് ജീവിതം ഒരു അതിജീവനമാണ്. പക്ഷേ പ്രൊഫസർ ഹിഗിൻസിനോ ഇതൊക്കെ വെറുമൊരു ശാസ്ത്രീയ പരീക്ഷണം, ഒരു കൗതുകം. ഇങ്ങനെ രണ്ട് ലോകങ്ങളിലുള്ളവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ എന്ത് സംഭവിക്കും? അതാണ് ഇനി വരാനിരിക്കുന്നത്. ഹിഗിൻസിന് ഇത് വെറുമൊരു പന്തയമായിരുന്നു, തന്റെ കഴിവ് തെളിയിക്കാനുള്ളൊരു ചാലഞ്ച്. പക്ഷേ എലൈസയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്കൂ. അവൾക്കിത് ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന, സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു വലിയ അവസരമായിരുന്നു. അങ്ങനെ ആ പന്തയത്തിന്റെ ഭാഗമായി എലൈസ ഹിഗിൻസിന്റെ വീട്ടിലേക്ക് താമസം മാറുകയാണ്. അതോടെ തുടങ്ങുകയാണ് അവളുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ, അവളെ അടിമുടി മാറ്റുന്ന ഒരു യാത്ര. ഒരിക്കലും ഒരു എളുപ്പമുള്ള യാത്രയായിരുന്നില്ല കേട്ടോ. ഓരോ വാക്കും തിരുത്തി, ഉച്ചാരണം ശരിയാക്കി, സമൂഹത്തിലെ ഉന്നതരുടെ രീതികളൊക്കെ പഠിച്ച് ഒരുപാട് തവണ വീണു. പക്ഷേ അവൾ വീണ്ടും എഴുന്നേറ്റു. ശരിക്കും പറഞ്ഞാൽ പഴയ എലൈസയെ പൂർണ്ണമായി ഇല്ലാതാക്കി പുതിയൊരാളെ ഉണ്ടാക്കിയെടുക്കുന്നൊരു പ്രോസസ്സായിരുന്നു അത്. പക്ഷേ എലൈസയുടെ നിശ്ചയദാർഢ്യം അതിഗംഭീരമായിരുന്നു. ആ കഠിനാധ്വാനത്തിന് ഫലമുണ്ടായി. പതിയെ പതിയെ ഒരു പുതിയ എലൈസ അവിടെ ജനിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു മാറ്റം. അങ്ങനെ ആ വലിയ പരീക്ഷണത്തിന്റെ ഫൈനൽ ടെസ്റ്റ് വന്നെത്തി. ലണ്ടനിലെ ഏറ്റവും വലിയ ആളുകളെല്ലാം പങ്കെടുക്കുന്ന ഒരു ഗംഭീര പാർട്ടി, അതായിരുന്നു വേദി. ആ പാർട്ടിയിലേക്ക് പുതിയ എലൈസ കടന്നുവന്നപ്പോൾ ഒരു രാജകുമാരിയെപ്പോലെയായിരുന്നു. അവളുടെ സംസാരവും പെരുമാറ്റവും കണ്ട് അവിടെ ഉണ്ടായിരുന്ന ആർക്കും മനസ്സിലായില്ല അവളൊരു കാലത്ത് തെരുവിൽ പൂ വിറ്റിരുന്ന പെൺകുട്ടിയായിരുന്നു എന്ന്. ആ പഴയ എലൈസയുടെ ഒരു തരി പോലും അവളിൽ ബാക്കിയുണ്ടായിരുന്നില്ല. യെസ്, പ്രൊഫസർ ഹിഗിൻസ് തന്റെ പന്തയത്തിൽ ജയിച്ചിരിക്കുന്നു. പക്ഷേ കഥ ഇവിടെ തീരുന്നില്ല. സത്യത്തിൽ യഥാർത്ഥ കഥ തുടങ്ങുന്നത് തന്നെ ഇവിടെ നിന്നാണ്. ഹിഗിൻസിന്റെ വിജയാഘോഷം തീരുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നം തുടങ്ങുന്നത്. കാരണം ഈ മാറ്റത്തിന് അവൾക്ക് വലിയൊരു വില കൊടുക്കേണ്ടി വന്നിരുന്നു. അവരുടെ മനസ്സിൽ ആ ചോദ്യം വല്ലാതെ അലട്ടാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ ആരാണ്? പഴയ പൂക്കാരിയുടെ ലോകത്തേക്ക് തിരിച്ചുപോകാൻ പറ്റില്ല. ഈ പുതിയ ഉയർന്ന സമൂഹത്തിലാണെങ്കിൽ അവൾക്ക് ശരിക്കും ഒരിടവുമില്ല. രണ്ടിനുമിടയിൽ അവൾ ഒറ്റപ്പെട്ടുപോയതുപോലെയായി. ഇതാണ് കഥയിലെ ഏറ്റവും വലിയ പ്രശ്നം. ഹിഗിൻസ് അവളുടെ സംസാരം മാറ്റി, പെരുമാറ്റം മാറ്റി, എല്ലാം ശരി തന്നെ. പക്ഷേ അയാൾ അവളെ ഒരിക്കലും തന്നെപ്പോലൊരു മനുഷ്യനായി കണ്ടില്ല. അയാൾക്കവൾ താൻ വിജയിച്ചൊരു എക്സ്പെരിമെന്റ് അത്രമാത്രമായിരുന്നു. എലൈസയ്ക്ക് വേണ്ടത് അതായിരുന്നില്ല. അവൾക്ക് വേണ്ടത് കുറച്ച് ബഹുമാനമായിരുന്നു, ആത്മാഭിമാനമായിരുന്നു, സ്വന്തമായൊരു വ്യക്തിത്വം. ഹിഗിൻസിന്റെ ഒരു പാഠത്തിനും പഠിപ്പിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ. ഈയൊരു തിരിച്ചറിവാണ് എലൈസയെ അവളുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. അവൾ അയാളോട് തുറന്നു പറയുന്നു, ഞാൻ നിങ്ങളുടെ കളിപ്പാട്ടമല്ല. തന്നെ സൃഷ്ടിച്ച ആളുടെ തണലിൽ ജീവിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ, സ്വന്തമായൊരു ജീവിതമുണ്ടാക്കിയെടുക്കാൻ അവൾ തീരുമാനിക്കുകയാണ്. അപ്പോ എന്താണ് ഈ കഥ നമ്മളോട് പറയുന്നത്? നമ്മുടെ ഭാഷ, നമ്മൾ വളർന്ന സാഹചര്യം, അതൊക്കെ നമ്മളെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയേക്കാം. പക്ഷെ അവസാനം
നമ്മൾ ആരാണെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ആത്മാഭിമാനമാണ്. നമ്മൾ ഇവിടെ നിന്ന് വന്നു എന്നതിലല്ല കാര്യം, നമ്മൾ ആരാകാൻ തീരുമാനിക്കുന്നു എന്നതിലാണ്. പോകുന്നതിന് മുൻപ് നമുക്കൊരു നിമിഷം ഒന്ന് ആലോചിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ, നമ്മുടെ വ്യക്തിത്വത്തിൽ മറ്റുള്ളവർ തന്നതല്ലാതെ നമ്മളായിട്ട് അറിഞ്ഞുകൊണ്ട് തെരഞ്ഞെടുത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആൾക്കൂട്ടത്തിൽ ഐഡന്റിറ്റി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയവർ നമ്മുടെ ഇടയിൽ തന്നെ ധാരാളമുണ്ട്. ഇത്തരത്തിലുള്ള ഐഡന്റിറ്റി ക്രൈസിസ് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ടാകാം. തിരിച്ചടികളുണ്ടാകാം. ഇവയൊക്കെ അതിജീവിച്ച് നമ്മുടെ വ്യക്തിത്വം തിരിച്ചറിഞ്ഞ് എങ്ങനെ മുന്നോട്ടു പോകാം എന്നതാണ് നാം ആലോചിക്കേണ്ട പ്രധാന വിഷയം. സ്വയം സ്നേഹമാണ് അതിനുള്ള ഒരു പരിഹാരം. നാം നമ്മളെ സ്നേഹിക്കുക, ബാക്കിയെല്ലാം തേടിവരും. എന്നാൽ വെറുതെ ഇരുന്നാൽ ഒന്നും തേടിവരില്ല. അതിന് ചില സ്റ്റെപ്പുകളുണ്ട്. ടീച്ചർ പഠിപ്പിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. സെൽഫ് ലവ് അഥവാ സ്വയം സ്നേഹം എന്നത് വെറുമൊരു സങ്കല്പമല്ല കേട്ടോ. അതൊരു കിഡലൻ പ്രായോഗിക ദിനചര്യയാക്കി തുടക്കക്കാർക്ക് പോലും എളുപ്പത്തിൽ പരിശീലിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ മാറ്റാമെന്നാണ് ഈ വിശകലനത്തിൽ നമ്മൾ നോക്കുന്നത്. ഇതിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഫ്രീക്വൻസി അഥവാ നിങ്ങളുടെ എനർജി ലെവൽ എങ്ങനെ അടിപൊളിയായി ഉയർത്താമെന്നും നമുക്ക് നോക്കാം. റെഡിയല്ലേ? അപ്പോ ഒട്ടും സമയം കളയാതെ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ ആദ്യം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ താക്കോൽ യഥാർത്ഥത്തിൽ ആരുടെ കൈകളിലാണ്? നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ലോകവും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഇതിനുള്ള ഉത്തരം ചിലപ്പോൾ നിങ്ങളെ ഞെട്ടിച്ചേക്കാം. കാരണം നമ്മുടെ സന്തോഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം 100% നമുക്ക് മാത്രമാണ്. നമ്മുടെ ഇന്നത്തെ ഈ ദിനചര്യയുടെ ഒരു ബ്ലൂ പ്രിന്റ് ഇതാ. സ്വയം സ്നേഹത്തിന്റെ അടിസ്ഥാനം: പ്രഭാതത്തിലെ ശരീരവും ശ്വാസവും, അതിരുകൾ നിശ്ചയിക്കുക അഥവാ നോ പറയുക, നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക, ഒടുവിലായി ക്ഷമയും ആന്തരിക സമാധാനവും. രാവിലെ മുതൽ രാത്രി വരെ ചെയ്യാൻ പറ്റുന്ന ഈ 5 ലളിതമായ കാര്യങ്ങളാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ 1-ാം ഭാഗമായ സ്വയം സ്നേഹത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. ഇതൊന്ന് നോക്കൂ. രാവിലെയുള്ള ശ്വാസക്രമീകരണം, ഉച്ചസമയത്ത് ബൗണ്ടറികൾ സെറ്റ് ചെയ്യൽ, വൈകുന്നേരമാകുമ്പോഴേക്കും സമാധാനവും ക്ഷമയും. ഈ ലളിതമായ ശീലങ്ങൾ നിങ്ങളുടെ ഒരു ദിവസത്തിലേക്ക് തടസ്സങ്ങളില്ലാതെ കൊണ്ടുവരാൻ കഴിഞ്ഞാലുണ്ടല്ലോ, അത് നിങ്ങളുടെ മാനസിക വ്യക്തതയും വൈകാരിക സ്ഥിരതയും വല്ലാതെ അങ്ങ് മെച്ചപ്പെടുത്തും. ഇത് വെറുമൊരു തിയറിയല്ലാട്ടോ, നിങ്ങളുടെ ദിവസം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കൃത്യമായ ടൈം ലൈനാണ്. ഇതിലേറ്റവും ക്രൂഷ്യലായിട്ടുള്ള പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഈ പുറമേയുള്ള സാഹചര്യങ്ങളെയും മറ്റുള്ളവരെയും കുറ്റപ്പെടുത്തുന്നത് നമ്മളങ്ങ് നിർത്തണമെന്നതാണ്. കാരണം നമ്മൾ മാറിയാൽ മാത്രമേ നമ്മുടെ ലോകം മാറൂ. സ്വന്തം ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങൾ എപ്പോഴാണോ തിരികെ ഏറ്റെടുക്കുന്നത്, അപ്പോൾ മുതൽ നിങ്ങളുടെ എനർജിയും ഫ്രീക്വൻസിയും താനെ ഉയരാൻ തുടങ്ങും. ഇനി നമുക്ക് 2-ാമത്തെ ഭാഗത്തിലേക്ക് കടക്കാം. പ്രഭാതത്തിലെ ശരീരവും ശ്വാസവും. രാവിലത്തെ ആ ഒരു വൈബുണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും, ഇതിനൊക്കെ ഒരുപാട് സമയം വേണ്ടേയെന്ന്. ഇല്ല, വെറും 5 മിനിറ്റ്. അതെ, 5 മിനിറ്റ് മാത്രം മതി. നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഈ ശരീരത്തോട് ഒരു നന്ദി പറയാനും സ്വയം പരിചരിക്കാനും ദിവസവും ഒരു 5 മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്കെല്ലാവർക്കും കഴിയില്ലേ? തീർച്ചയായും കഴിയും. സ്വന്തം ശരീരത്തോട് നേരിട്ട് സംസാരിക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള 4 വരികൾ ഇതാ. ഐ ആം സോറി, പ്ലീസ് ഫോർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. രാവിലെ വെറുതെ ഒരു ചെറിയ ബോഡി മസാജ് ചെയ്യുന്നതിനൊപ്പം സ്വന്തം ശരീരത്തോട് ഇത് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫീൽ, അതൊന്ന് അനുഭവിച്ചു തന്നെ അറിയണം. ഇത് ശരീരത്തോടുള്ള ഒരു സ്നേഹപ്രകടനമാണ്. ഇനിയിപ്പോ മനസ്സിന്റെ കാര്യം നോക്കാം. വളരെ ലളിതമായി പരിശീലിക്കാൻ കഴിയുന്ന കുറച്ച് ധ്യാനഘട്ടങ്ങളാണിത്. ആദ്യം ശാന്തമായി ഇരുന്ന് സ്വന്തം ശ്വാസത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുക. എന്നിട്ട് മനസ്സിലേക്ക് എന്തെങ്കിലും നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അപ്പോൾ തന്നെ അതിനെ ഒരു പോസിറ്റീവ് ചിന്ത വെച്ച് റീപ്ലേസ് ചെയ്യുക. നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി നിർത്താനുള്ള അടിപൊളി ട്രിക്കാണിത്. അങ്ങനെ നമ്മൾ 3-ാമത്തെ ഭാഗത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതിരുകൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ നോ പറയുക. ഉച്ചസമയത്തെ നമ്മുടെ ദിനചര്യയാണ് ഇവിടെ വരുന്നത്. നമ്മുടെ പഴയതും പുതിയതുമായ ശീലങ്ങളെ ഒന്ന് കമ്പയർ ചെയ്തു നോക്കൂ. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് യെസ് പറയുന്ന പരിപാടി നമ്മളങ്ങ് നിർത്തണം. പകരം നിങ്ങളുടെ പേഴ്സണൽ സ്പേസ് സംരക്ഷിക്കാൻ ധൈര്യമായിട്ട് നോ പറയാൻ തുടങ്ങുക. നെഗറ്റീവ് എനർജി തരുന്ന ടോക്സിക് ആളുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഈ സ്വയം സ്നേഹത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമാണ് കേട്ടോ. ഇതൊരു വളരെ ക്രൂഷ്യൽ പോയിന്റാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണൽ ബൗണ്ടറികളെക്കുറിച്ചും ഇഷ്ടാനിഷ്ടങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം. സ്വന്തം സമാധാനത്തിന് എപ്പോഴും മുൻഗണന നൽകണം. അതിനുവേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ അവരോട് തുറന്ന് സംസാരിക്കുക തന്നെ വേണം. അതാണ് ശരിയായ രീതി. ഇനി 4-ാമത്തെ ഭാഗം, നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക.
ഈ ഭാഗം എനിക്ക് വ്യക്തിപരമായി വളരെ ഇഷ്ടമുള്ള ഒന്നാണ്. ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ എങ്ങനെയാണ് ആഘോഷിക്കേണ്ടത്? വളരെ സിമ്പിളാണ്. സ്വയം ഒരു ചെറിയ ഗിഫ്റ്റ് വാങ്ങി നൽകുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റിൽ പോയി തനിയെ ഇരുന്ന് ഒരു അടിപൊളി ഫുഡ് കഴിക്കുക. എന്തിനാണ് സന്തോഷിക്കാൻ മറ്റൊരാളുടെ കമ്പനി? നിങ്ങൾക്ക് നിങ്ങളില്ലേ? ആലോചിച്ചു നോക്കൂ. ഒറ്റയ്ക്കൊരു യാത്ര പോകാനും സ്വയം സമയം കണ്ടെത്താനും തുടങ്ങുമ്പോൾ തന്നെ ജീവിതം കുറച്ചുകൂടി മനോഹരമാകും. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസും സെൽഫ് വർത്ത് അഥവാ സ്വന്തം വിലയും വേറൊരു ലെവലിലെത്തിക്കും. ഇത് നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ സ്നേഹമാണ്. അങ്ങനെ നമ്മുടെ ഒരു ദിവസത്തെ ടൈം ലൈൻ സായാഹ്നത്തിലേക്ക് കടക്കുകയാണ്. 5ാമത്തെയും അവസാനത്തെയും ഭാഗം, ക്ഷമയും ആന്തരിക സമാധാനവും. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തെറ്റുകൾ പറ്റാത്ത മനുഷ്യർ ആരുമില്ല എന്ന്. അപ്പൊ പിന്നെ നമ്മൾ എന്തിനാണ് കഴിഞ്ഞ കാലത്തെ ഓർത്ത് വിഷമിക്കുന്നത്? ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സ്വന്തം തെറ്റുകളോട് നമ്മൾ തന്നെ ഒന്ന് ക്ഷമിക്കാൻ ശ്രമിച്ചു നോക്കൂ. ആഴത്തിലുള്ളൊരു സമാധാനം കിട്ടാനും എമോഷണലി സ്റ്റേബിൾ ആകാനും ഇതിലും മികച്ചൊരു വഴി വേറെയില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മവിശ്വാസം ബൂസ്റ്റ് ചെയ്യാൻ ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ സന്തോഷവാനാണ് എന്നൊക്കെ ഇടയ്ക്ക് സ്വയം പറയുക. പിന്നെ വളരെ പ്രായോഗികമായ മറ്റൊരു കിഡിലൻ ട്രിക്ക് കൂടെയുണ്ട്. സംസാരിക്കുന്നതിനിടയിലോ ചിന്തിക്കുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു നെഗറ്റീവ് കാര്യം വന്നാൽ അപ്പോൾ തന്നെ ക്യാൻസൽ എന്ന് ഉറക്കെ പറയുക. ഇത് നിങ്ങളുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ പോസിറ്റിവിറ്റിയിലേക്ക് ട്രാക്ക് മാറ്റാൻ സഹായിക്കും. അപ്പോൾ നമ്മൾ ഈ വിശകലനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുക? അതുകൊണ്ട് ലോകത്തിന് സന്തോഷം നൽകണമെങ്കിൽ ആദ്യം നിങ്ങൾ സ്വയം സ്നേഹിക്കാൻ തുടങ്ങണം. ആ സെൽഫ് ലവ് ദിനചര്യ ഇന്നു തന്നെ തുടങ്ങിയാലോ? ഈ വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഈ പുതിയ ശീലങ്ങൾ പരീക്ഷിച്ചു നോക്കുക.